എന്തെല്ലാം കാണണം കേൾക്കണം സത്യം പറഞ്ഞാൽ. കാരണം എന്ന് പറയുന്നത് ഈ രേണു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണു ഇപ്പോൾ ഒരു നെഗറ്റീവ് എന്നുള്ള ഇതല്ല, അതുക്കും മേലെ എന്തോ തരത്തിലോട്ടുള്ള ഒരു സംഭവവികാസമായി ഇപ്പോൾ മാറിയിരിക്കുകയാണെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് വെച്ച് ഒരു സബ്സ്ക്രിപ്ഷൻ ലൈവ് പോയതിന് പിന്നാലെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തവർ പോലും ഇപ്പോൾ അപരാധം കൊണ്ട് അത് നിറയ്ക്കുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ രേണു ഈ ഇൻസ്റ്റഗ്രാമിൽ ചെയ്യുന്ന ഓരോ വീഡിയോസ് ഉണ്ടല്ലോ, ഈ പറയുന്ന രീതി ഓരോ കാട്ടിക്കൂട്ടലുകളെന്നേ അതിന് പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഇതിനേക്ക് അഭിനയം എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ നല്ലൊരു അഭിനയമൊക്കെ ആണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യൂടെ. ഇനി ആര് എന്ത് തന്നെയായാലും നല്ലൊരു അഭിനയമൊക്കെയാണ് കാഴ്ചവെക്കുന്നത്. കാരണം രേണു എന്തോ അഭിനയിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഓരോ വീഡിയോസൊക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തന്നെ ഇങ്ങനെ തള്ളി മറിക്കുന്നുണ്ട്, ഷോർട്ട് ഫിലിമൊക്കെ തന്നെ തള്ളി മറിക്കുന്നുണ്ട്. പക്ഷെ ഇതിലേക്ക് അഭിനയങ്ങൾ കാണുമ്പോഴത്തേക്കും ഇത് അഭിനയമാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് സ്വാഭാവികമായിട്ടും തോന്നിപ്പോകൂടെ, സത്യസന്ധമായിട്ട് പറയാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ രേണു ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണിക്കുന്ന ഇതുപോലുള്ള പാട്ടൊക്കെ ഇട്ടുകൊണ്ട് കാണിക്കുന്ന എക്സ്പ്രഷൻസ് കോപ്രായം കാണിക്കുകയാണോ എന്ന് ചില സമയത്തൊക്കെ തോന്നിപ്പോകും. അമ്മാതിരിയുള്ള അഭിനയ രീതികളൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് പറയുന്നത്. എന്നാൽ നാട്ടുകാർ ഒന്നടക്കം തെറിയുണ്ട് അഭിഷേകം ചെയ്താൽ പോലും ഒരു കുലുക്കവുമില്ല എന്നുള്ളതും വാസ്തവപരമായിട്ടുള്ള ഒരു കാര്യം. എന്തൊക്കെ തന്നെയായാലും ഈ രേണുവിനെ കുറച്ച് പേരൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സപ്പോർട്ട് ചെയ്തവർ തന്നെ ഇപ്പോൾ നല്ല രീതിക്ക് ഇരിപ്പത് കൊടുക്കുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് ഈ രേണുവിൻ്റെ ഈ കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ തെറിയഭിഷേകമാണ്. തെറിയഭിഷേകം എന്ന് വെച്ചാൽ തെറി കൊണ്ട് പൂരമാണെന്ന് പറയാം, എടുത്തു പറയേണ്ടത്. അതായത് ഒരു പടം കൊള്ളത്തില്ലെങ്കിലേ നമ്മൾ തിയേറ്ററിൽ നിന്ന് കൂവി നാറ്റിക്കത്തില്ലേ, അതേപോലെ ഒരു അവസ്ഥയാണ് രേണുവിൻ്റെ ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുന്നത്. കാരണം രേണുവിൻ്റെ കമന്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ കൂവി നാറ്റിക്കുന്ന മാതിരിയാണ് ഓരോന്ന് എഴുതി വിടുന്നതെന്ന് പറയാം. ഇതൊക്കെ വായിച്ചിട്ടും ഒരു തരത്തിലുള്ള ഒരു ഉളുപ്പുമില്ലല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. ഒന്നുകിൽ ആ കമന്റ് ബോക്സ് ഒന്ന് ഓഫ് ചെയ്ത്, കാരണം നേരെ ചൊവ്വേ ഒരു കമന്റ് പോലും പോസിറ്റീവായിട്ട് രേണുവിനെ കുറിച്ചില്ല. കാരണം ഇവരെ സപ്പോർട്ട് ചെയ്ത കുറച്ച് പേരുണ്ടായിരുന്നു, പക്ഷേ ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ആ സപ്പോർട്ട് ചെയ്തവർ നല്ല രീതിക്ക് ഇപ്പോൾ തിരിച്ച് അവരെ കയറി കൊത്തുന്ന തരത്തിലോട്ട് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. അത് കയ്യിലിരിപ്പിന്റെ ഗുണമാണെന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം അമ്മാതിരിയുള്ള കാട്ടിക്കൂട്ടലുകൾ ഇതെല്ലാം കാണിച്ചു കൂട്ടിയിട്ടും ഒന്നും അറിയാത്ത പോലെ അതിനെ ന്യായീകരിച്ച് മെഴുകാനായിട്ട് വന്ന് നിന്ന് വീണ്ടും ലൈവ് ചെയ്യുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, ആ ഒരു തൊലിക്കട്ടി ഉണ്ടല്ലോ, അതിന് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും അംഗീകരിക്കണം. അതിന് ഒരു അവാർഡ് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടത് അനിവാര്യമാണ്. ആ അവാർഡ് ശരിക്കും അത് രേണുവിന് തന്നെയാണ് കിട്ടേണ്ടതെന്ന കാര്യം സംശയമില്ല. കാരണം അമ്മാതിരിയല്ലേ ഓരോന്ന് കാണിച്ച് കൂട്ടിയിട്ട് വന്ന് നിന്ന് അതിനെ ന്യായീകരിച്ച് മെഴുകുന്നതെന്ന് പറയുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഓരോ വീഡിയോ അങ്ങ് ഇറക്കും. അതായത് ഓരോ പാട്ടിട്ടിട്ട് അങ്ങ് തുടങ്ങുമെന്ന് ഓരോ രീതിയിലുള്ള ഓരോ കോപ്രായം കാണിക്കാൻ അങ്ങ് തുടങ്ങും. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു തൊലിക്കട്ടിയുള്ള ഒരു വ്യക്തികൾക്ക് ഇതിനൊക്കെ ശരിക്കും സാധ്യമാകത്തുള്ളൂ. ആ വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ താഴെ കമന്റ് ബോക്സ് പോലും ഓപ്പ് ചെയ്യാതെ അതിൻ്റെ താഴെ വരുന്ന കമന്റുകളൊന്ന് തുറന്ന് വായിച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നേനെ അജാതി അജാതി ഇത് കൂവി കൂവി നാറ്റിക്കുക എന്ന് പറയുന്ന കണക്ക് തന്നെ തെറി കൊണ്ടും അത് അങ്ങേയറ്റം അടിച്ചിറക്കുവാണ് ഓരോന്ന്. ഇതൊക്കെ വായിക്കുന്ന രേണുവിനെ ഒന്ന് സമ്മതിക്കണം ശരിക്കും പറഞ്ഞാൽ. കാരണം കമന്റ് ചെയ്യുന്നവരെ ഞാനൊരിക്കലും കുറ്റം പറയത്തില്ല. അവരെന്തുകൊണ്ടാണ് അങ്ങനെ കമന്റ് ചെയ്യുന്നത്? രേണുവിൻ്റെ കയ്യിലിരിപ്പുകൊണ്ടാണ്. ആ രീതിയിലുള്ള കമന്റുകളായിരിക്കും നിറഞ്ഞ് കവിയുന്നതെന്ന് പറയുന്നത്. ഇതെല്ലാം കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇവർ ഇതുപോലുള്ള ഓരോ വീഡിയോകളങ്ങ് ഇറക്കിയിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിച്ചു വെച്ചിട്ട് അതിൻ്റെ താഴെയുള്ള കമന്റ് ബോക്സ് അങ്ങ് ഓപ്പൺ ചെയ്തങ്ങ് ഇടും. നാട്ടുകാരെ അങ്ങ് തുടങ്ങും പൂരത്തെറിയോട് പൂരത്തെറി. ഇവർക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ റീച്ച് നല്ല കുറവാണ്. ആ റീച്ച് നല്ല രീതിയിൽ കുറവായതുകൊണ്ടാണ് ഇവർ ആ ഒരു ലൈവ് സബ്സ്ക്രിപ്ഷനിൽ പോയിട്ട് അങ്ങ് വീണ്ടും ഒന്ന് നെഗറ്റീവെങ്കിൽ നെഗറ്റീവ്, എനിക്ക് വീണ്ടും ഒന്ന് പച്ച പിടിക്കണം, വീണ്ടും ഒന്ന് കയറി ആക്റ്റീവ് ആവണം എന്നുള്ള തരത്തിൽ ഇവർ ഓരോന്ന് കാട്ടിക്കൂട്ടിയത്. എന്തായാലും അത് ഇവർക്ക് തന്നെ പാരയായി മാറി എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് ഉണ്ടായിരുന്ന സപ്പോർട്ടും കൂടി ഇവർ കളഞ്ഞു പൊളിക്കുന്ന തരത്തിലോട്ട് എത്തിയ ഒരു മണ്ടത്തരമായി പോയി രേണു കാണിച്ചത് എന്ന് എടുത്തു പറയേണ്ടി വരും. എന്തായാലും നന്നായി. കാരണം എന്ന് പറയുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് കൂടി ഇവരുടെ തനി സ്വഭാവം എന്താണ് എന്നുള്ളത് മനസ്സിലായി എന്ന് വേണം എടുത്തു പറയാനായിട്ട്. എന്തായാലും കൊള്ളാം. ഇതുപോലുള്ള കാട്ടിക്കൂട്ടലുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. ഇതിനൊരു പര്യവസാനം എന്തായാലും ഉണ്ടാവത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതായത് ഇവരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും, ഇവരെ കുറ്റം പറയുന്നവരിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും, ഇവർക്ക് അതൊന്നും തന്നെ ഒരു മൈൻഡും ഇല്ല. ഇവർ ഈ പറയുന്ന മാതിരി എന്താ പറയുക കാട്ടിക്കൂട്ടലുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം അങ്ങനത്തെ ഒരു മൈൻഡ് ആയിപ്പോയി. പിന്നെ അതിനെ തിരുത്താൻ പോയിട്ടോ അല്ലെങ്കിൽ അതിനെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. അവരായി അവരെ പാടായി, അത്രേ ഉള്ളൂ. പിന്നെ പറയുന്നവർ ഈ ഒരു രീതിയിൽ അവരുടെ ഒരു മനസ്സും കൊണ്ട് പറയുന്നു. അവർ ആ ഒരു രീതിയിൽ കാരണം കണ്ടു മടുത്തെന്ന് വെച്ചാൽ ഇതുപോലുള്ള അപരാധങ്ങളൊക്കെ തന്നെ കണ്ടു മടുത്തിട്ടായിരിക്കണം ഈ പറയുന്ന കമന്റ് ചെയ്യുന്നവർ വിജാതി തെരുവുകളും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ ഇവരുടെ കമന്റ് ബോക്സിൽ ചെന്ന് വിളിക്കുന്നതെന്ന് പറയാം. എന്ത് ചെയ്യാന്ന് പറയാം. എന്നിട്ട് ഇവർക്ക് ഒരു തരത്തിലുള്ള ഒരു കുലുക്കം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം. എന്തായാലും പരമ കഷ്ടമാണ്. രേണുവിൻ്റെ കാര്യം പരമ കഷ്ടമാണ്. കാരണം ഉണ്ടായിരുന്ന ആ ഒരു കുറച്ച് സപ്പോർട്ടും കൂടി തൊലച്ചത് ശരിക്കും പറഞ്ഞാൽ വലിയ മണ്ടത്തരമായി പോയി എന്ന് മാത്രമേ പറയാനുണ്ടായിരുന്നു. കാരണം കുറ്റം പറയുന്നവരും അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മുഴുനീളെ കുറ്റം പറയുന്നവർ ആയിപ്പോയി, അല്ലെങ്കിൽ ആക്കി മാറ്റി രേണുവിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് എന്ന് വേണം എടുത്ത് പറയാനായിട്ട്. പരമ കഷ്ടം.